ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ശരീരം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാനും ശരീരത്തിലുള്ള അസുഖങ്ങളെല്ലാം ഇല്ലാതാക്കി പ്രതിരോധശേഷി വീണ്ടെടുക്കാനും പ്രമേഹം, കൊളസ്ട്രോൾ, അമിതവണ്ണം ഇതുപോലുള്ളതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതൊക്കെ നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ടോപ്പ് മില്ലറ്റാണ്. ചാമ എന്നും അറിയപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു അരിയാണ് കേട്ടോ. ഈ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ചെറുധാന്യം. അത് മാത്രമല്ല കേട്ടോ, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും പ്രമേഹം, കൊളസ്ട്രോൾ, വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മില്ലറ്റാണ്. അപ്പോൾ അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ ടോപ്പ് മില്ലറ്റിൽ ധാരാളം അയണും കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലിൻ്റെ ബലത്തിനും അനീമിക്കായിട്ടുള്ളവർക്കൊക്കെ ആ രക്തക്കുറവൊക്കെ പരിഹരിച്ച് രക്തത്തിൻ്റെ അളവ് കൂട്ടാനും ശരീരത്തിൻ്റെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അടുത്തതായിട്ട് മില്ലറ്റ് എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു 1/4 കപ്പോളം മുതിര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട്. ചെറുപയറായാലും മുതിരയായാലും ഒത്തിരി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അടുത്തതായിട്ട് വൻപയർ, അതൊരു ടേബിൾ സ്പൂൺ കണക്കിന് എടുത്താൽ മതിയാകും. കടലയും അതേ അളവിന് തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കണക്കിന് ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അല്പം കരിഞ്ജീരകം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കരിഞ്ജീരകം. അപ്പോൾ കയ്യിൽ കരിഞ്ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒരു ചെറിയ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ധാന്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബലത്തിന് വേണ്ടിയിട്ടും ശരീരത്തിൻ്റെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനും, അതുപോലെ കിഡ്നി സ്റ്റോൺ, യൂറിനറി ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുതിര ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ അനീമിക് ആയിട്ടുള്ളവർക്ക്, രക്തക്കുറവുള്ളവർക്ക് എന്തുകൊണ്ടും ഇത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്ത മുതിരയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ധാന്യങ്ങളെല്ലാം തന്നെ നമുക്ക് കുതിർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ള ഫ്ലാക്സ് സീഡ് അവസാനം കുതിർത്തതിന് ശേഷം ചേർത്താൽ മതിയാകും കേട്ടോ. ഞാനിപ്പോൾ ഇതിനോടൊപ്പം തന്നെ കുതിർത്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ക്യൂമിൻ, അതായത് കരിഞ്ജീരകത്തിൻ്റെ ബെനിഫിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അല്പം ചേർത്താൽ മതിയാകും. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് കരിഞ്ജീരകം അല്പം അളവിൽ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, തലമുടിയുടെ വളർച്ചക്കൊക്കെ നമ്മൾ കരിഞ്ജീരകം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ബ്ലഡ് ഷുഗർ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാനൊക്കെ മിതമായ അളവിൽ ഇതുപോലെയൊക്കെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 1 സ്പൂണൊക്കെ ഇട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിതിവിടെ ഈ ധാന്യങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഒരു 3 or 4 വട്ടമായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇനി അതൊന്ന് കുതിർത്തി വയ്ക്കണം. കുറഞ്ഞതൊരു 4 or 5 മണിക്കൂർ ഒന്ന് കുതിർത്തി വയ്ക്കാം. രാത്രിയാണ് ഇപ്പോൾ ഡിന്നറിനാണ് നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇതൊന്ന് കുതിർത്തി വെച്ചാൽ മതിയാകും. നല്ല വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് നേരത്തെ ആ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള ധാന്യങ്ങളുണ്ടല്ലോ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം വെള്ളക്കടല കൂടി അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടല്ലോ. ഇനി ഇതെല്ലാം നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ട. ഞാനിതിപ്പോൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ആദ്യം തന്നെ ഞാനതിന് 2 ഇരട്ടിയായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കഴുകി വാരി വെച്ചിട്ടുള്ള ആ ധാന്യങ്ങളൊക്കെ, മില്ലറ്റും മറ്റ് ചെറുപയർ വർഗ്ഗങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നൊന്നുമില്ല, ഇത് ഒരുമിച്ച് തന്നെ. അത് പല വേവാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്ത് ഒരു 3 വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ
ആശാളിയാണ് കേട്ടോ, ഹലീം സീഡ് എന്ന് പറയും. ജീരക കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നതാണ്. അതുകൂടി ചേർത്ത് കുക്കർ മൂടി വെച്ച് 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരപ്പ് ആദ്യം റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി ഒരു 2 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങയുടെ കൂട്ടൊന്ന് മാറ്റി വയ്ക്കാം. കുക്കറിൻ്റെ ആ എയറൊക്കെ പോയിട്ട് നമുക്ക് മൂടി തുറന്ന് തീ കത്തിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശേഷം അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കേണ്ടതായിട്ടില്ല. ചൂടായതിന് ശേഷം നമുക്കത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ കുടിക്കാവുന്നതാണ്. പിന്നെ ഇതിന് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് താളിപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് നെയ്യ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3-4 കുഞ്ഞുള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുള്ള ഈ ഒരു ഉള്ളി കറിവേപ്പില നമുക്ക് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ സ്വാദിഷ്ടമായിട്ടുള്ള എന്നാൽ ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള മില്ലറ്റ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കർക്കിടകത്തിൽ എന്ന് മാത്രമല്ല സ്ഥിരമായിട്ട് നമുക്ക് അടുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഒത്തിരി അസുഖങ്ങളെല്ലാം തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് കേട്ടോ. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി എക്കാലത്തും നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രായഭേദമന്യേ നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഉച്ചയ്ക്കോ രാത്രിയിൽ ഡിന്നറായിട്ടോ എല്ലാം ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ധാന്യമാണ്, ചെറുധാന്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നാഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.